പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ് എറ്റ്, സ്റ്റിൽ, സോ ഫാർ, അൺടിൽ നൗ. പലർക്കും ഈ വാക്കുകൾ എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ ഉപയോഗിക്കണം എന്ന കാര്യത്തിലെല്ലാം ചില ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ആ ഡൗട്ട്സ് എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായി ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സസ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക്, അതിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു ഡെമോ ക്ലാസ് വേണമെന്നുള്ളവർക്കെല്ലാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ആ ഇപ്പോഴും എന്ന മീനിങ്ങിന് മഴ പെയ്യുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴും എന്ന ഒരു മീനിങ്ങിന് വേണ്ടി നമ്മൾ അവിടെ മറ്റൊരു ടൈം എക്സ്പ്രഷൻ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴും എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻ നൗ അല്ല, സ്റ്റിൽ ആണ്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്. അതിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കണം. അത് ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് വരിക. അതായത് ഈസ്, ആം, ആർ, വാസ്, വർ അതുപോലുള്ള വാക്കുകൾക്ക് ശേഷം, അതുപോലെ തന്നെ ഹാസ്, ഹാവ് ഇതിനെല്ലാം ശേഷമാണ് സ്റ്റിൽ വരുന്നത്. ഒരു ആക്ഷൻ വേർബ്സിന് മുന്നിലും ആയിട്ടാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്. ഇപ്പോൾ എന്നാണ് പറയേണ്ടതെങ്കിൽ നൗ എന്നോ അറ്റ് ദ മൊമെന്റ് എന്നോ നമുക്ക് ഉപയോഗിക്കാം. മണിക്കൂറുകളായി ഞാൻ ആലോചിക്കുകയാണ് അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്. മണിക്കൂറുകളായി എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷനാണിത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഇപ്പതായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ ആലോചിക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഞാൻ മണിക്കൂറുകളായി ആലോചിക്കുകയാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? മണിക്കൂറുകളായി എന്ന് പറയുമ്പോൾ 4 hours. ഐ ഹാവ് ബീൻ തിങ്കിങ് ഫോർ അവേഴ്സ്. ഹാവ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത് ഐയുടെയും യുവിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെയും കൂടെയാണ്. ഐ ഹാവ് ബീൻ തിങ്കിങ് ഫോർ അവേഴ്സ്. പക്ഷേ ബട്ട് എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ ഇനിയും കഴിയുന്നില്ല. ഇപ്പോഴും കഴിയുന്നില്ല എന്നർത്ഥം. അതെങ്ങനെ പറയും? ബട്ട് ഐ സ്റ്റിൽ കാൺ ടേക്ക് എ ഡിസിഷൻ. ഐ ഹാവ് ബീൻ തിങ്കിങ് ഫോർ അവേഴ്സ് ബട്ട് ഐ സ്റ്റിൽ കാൺ ടേക്ക് എ ഡിസിഷൻ. ഇവിടെയും സ്റ്റിൽ എന്ന അഡ്വർബിന്റെ പൊസിഷൻ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളത് ഓക്സിലറി വെർബിന് മുന്നിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു നെഗറ്റീവ് ഓക്സിലറി വെർബിന് മുന്നിലാണ് സ്റ്റിൽ വരാം. ഇവിടെ കനോട്ട് എന്നതിന് പകരം ക്യാൻ ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ സ്റ്റിൽ അതിന് ശേഷമാണ് വരുമായിരുന്നത്. പക്ഷെ നെഗറ്റീവ് ഓക്സിലറീസിന് മുന്നിൽ വേണം സ്റ്റിൽ ഉപയോഗിക്കാൻ. ഐ ഹാവ് ബീൻ തിങ്കിങ് ഫോർ അവേഴ്സ് ബട്ട് ഐ സ്റ്റിൽ കാൺ ടേക്ക് എ ഡിസിഷൻ. എനിക്ക് ഒരു തീരുമാനം ഇനിയും എടുക്കാൻ കഴിയുന്നില്ല, ഇപ്പോഴും കഴിയുന്നില്ല എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. രാഹുൽ എത്തിയോ? ഹാസ് രാഹുൽ അറൈവ്ഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈസ് രാഹുൽ ഹിയർ എന്ന് ചോദിക്കാം. ഈസ് രാഹുൽ ഹിയർ? രാഹുൽ എത്തിയോ? ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ നോട്ട് എറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ സ്റ്റിൽ അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ സംഭവിക്കും എന്ന് കരുതുന്ന ഒരു കാര്യം അത് ഇനിയും സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് എറ്റ് ഉപയോഗിക്കുന്നത്. മെയിൻലി നമ്മളിത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസസിലുമാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അത് സെന്റൻസിന്റെ അവസാനമാണ് നമ്മൾ ഉപയോഗിക്കാറ്. സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ വെർബിന് മുന്നിലും ഓക്സിലറീസിന് ശേഷവുമാണ്. പക്ഷെ എറ്റ് അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. അത് ആ സെന്റൻസിന്റെ അവസാനമാണ് നോർമലി വരിക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസസിലുമാണ്. അഫർമേറ്റീവ് സെന്റൻസസിൽ, അതായത് പോസിറ്റീവ് ആയ ഒരു സെന്റൻസിൽ പൊതുവെ നമ്മൾ എറ്റ് ഉപയോഗിക്കാറില്ല. ഈസ് രാഹുൽ ഹിയർ? രാഹുൽ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ എത്തിയോ? നോട്ട് എറ്റ്, ഇതുവരെ വന്നിട്ടില്ല, അതാണ് അതിനർത്ഥം. നമ്മൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അത് ഇനിയും സംഭവിച്ചില്ലേ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് എറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിന്നർ ഇനിയും റെഡി ആയില്ലേ? നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഡിന്നർ റെഡി ആയിട്ടുണ്ടാവും എന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ ശരിയല്ലേ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ഡിന്നർ ഇനിയും റെഡി ആയില്ലേ? ഈസ് ഡിന്നർ റെഡി യെറ്റ്? ഈസ് ഡിന്നർ റെഡി യെറ്റ് ഇതേ മീനിങ് തന്നെയാണ് ഈസ് ഇൻ ഡിന്നർ റെഡി എന്ന് ചോദിക്കുമ്പോഴും വരുന്നത്. ആ മാങ്ങകൾ കഴിക്കണ്ട, അവ പഴുത്തിട്ടില്ല. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ എപ്പോഴും ആ സെന്റൻസ് ഡോണ്ട് ഉപയോഗിച്ച് തുടങ്ങുക. ഡോണ്ട് ഈറ്റ് ദോസ് മാംഗോസ്. ആ മാങ്ങകൾ കഴിക്കണ്ട, അവ പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് കഴിക്കരുത് എന്ന് പറയുന്നത്. ദേ ആർ ഇൻ റൈപ്പ് എറ്റ്. ദേ ആർ ഇൻ റൈപ്പ് എറ്റ് അവ ഇനിയും പഴുത്തിട്ടില്ല എന്നർത്ഥം. ഇവിടെയും നമ്മൾ എറ്റ് ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസിലാണ്. അവസാനമാണ് എറ്റ് വരുന്നത്. അവൻ ഇനിയും എത്തിയിട്ടില്ല. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം.
ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ അവൻ എത്തിയിട്ടില്ല എന്ന് എങ്ങനെ പറയും? ഹി ഹാസിൻ അറൈവ്ഡ് അല്ലെ. ഇനിയും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എറ്റ് എന്നൊരു അഡ്വർബ് കൂടി അവിടെ ആഡ് ചെയ്യണം. ഹി ഹാസിൻ അറൈവ്ഡ് എറ്റ്. ഇത് തന്നെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചിട്ടും പറയാം. അവൻ ഇപ്പോഴും ഇവിടെ ഇല്ല എന്നർത്ഥത്തിൽ. ഹി ഈസ് ഇൻ ഹിയർ എറ്റ്. രണ്ട് രീതിയിലും നമുക്കിത് പറയാം. ഏത് രീതിയിൽ പറഞ്ഞാലും എറ്റ് ഉപയോഗിക്കുന്നത് അവസാനമാണ്. ഹി ഈസ് ഇൻ ഹിയർ എറ്റ്. ഇതുവരെ ആയിട്ടും ആളിവിടെ ഇല്ല എന്നാണ് അതിനർത്ഥം. ഹി ഹാസ് ഇൻ അറൈവ്ഡ് എറ്റ് എന്ന് പറയുമ്പോൾ ഇനിയും അവൻ എത്തിയിട്ടില്ല, വന്നിട്ടില്ല. ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ ഹാസ് ഇൻ അറൈവ്ഡ് ഉപയോഗിക്കുന്നത്. ഹി ഈസ് ഇൻ ഹിയർ എറ്റ് അല്ലെങ്കിൽ ഹി ഹാസ് ഇൻ അറൈവ്ഡ് എറ്റ്. പൊതുവെ നമ്മൾ എറ്റ് ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെയാണ്. സിമ്പിൾ ടെൻസസിന്റെ കൂടെയും നമ്മൾ ചിലപ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ സെന്റൻസ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അവൻ ഇനിയും എത്തിയില്ലേ? അതെങ്ങനെ ചോദിക്കും? ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഹി ഹിയർ എറ്റ്? ഈസ് ഹി ഹിയർ എറ്റ് അല്ലെങ്കിൽ ഹാസ് ഹി അറൈവ്ഡ് എറ്റ്? ഈസ് ഹി ഹിയർ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ ഉണ്ടോ എന്നർത്ഥം. ഹാസ് ഹി അറൈവ്ഡ് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ എത്തിയോ എന്നർത്ഥം. ആ എറ്റ് അവിടെ ആഡ് ചെയ്യുമ്പോൾ പിന്നെ അതിന് എത്തിയില്ലേ, വന്നില്ലേ, ആ മീനിങ് ആണ് വരുന്നത്. എറ്റ് ഉപയോഗിക്കുമ്പോൾ പിന്നെ ആ സെന്റൻസിന് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യന്റെ മീനിങ് ആണ് വരുന്നത്. അവൻ ഇനിയും എത്തിയില്ലേ? ഹാസ് ഹി അറൈവ്ഡ് എറ്റ്. ഹാസിൻ ഹി അറൈവ്ഡ് എന്ന് ചോദിക്കുന്നതും ഹാസ് ഹി അറൈവ്ഡ് എറ്റ് എന്ന് ചോദിക്കുന്നതും ഒരേ അർത്ഥത്തിലാണ്. 10 മണിയായി, അവൾ ഇനിയും എഴുന്നേറ്റിട്ടില്ല. ഇറ്റ് ഈസ് 10 o'clock and she hasn't got up yet. 10 മണിയാവുന്നതിന് മുമ്പ് അവൾ എഴുന്നേൽക്കും എന്നതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ഇപ്പോൾ 10 മണിയായിട്ടും അവൾ എഴുന്നേറ്റിട്ടില്ല. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന, സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം ഇനിയും സംഭവിച്ചിട്ടില്ല. അത് പറയുന്നതിന് വേണ്ടിയാണ് എറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് 10 o'clock and she hasn't got up yet. ഇത് തന്നെ നമുക്ക് സ്റ്റിൽ ഉപയോഗിച്ചും പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെയാ പറയാം? നമുക്കത് ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് 10 o'clock and she is still sleeping. അവൾ ഇപ്പോഴും ഉറങ്ങുകയാണ്. ഇറ്റ് ഈസ് 10 o'clock and she is still sleeping. അല്ലെങ്കിൽ she hasn't got up yet. എറ്റ് ഉപയോഗിക്കുമ്പോൾ ഇനിയും എഴുന്നേറ്റിട്ടില്ല എന്ന അർത്ഥം വരും. സ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും ഉറങ്ങുകയാണ് എന്നർത്ഥം വരും. നീ എന്താണ് വീക്കെൻഡിൽ ചെയ്യുന്നത്? ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചോദ്യമാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴേ എടുത്ത തീരുമാനത്തിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും അതിനെക്കുറിച്ചുള്ള അറേഞ്ച്മെന്റ്സ്, ഡിസിഷൻസ് എല്ലാം ഇപ്പോഴേ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നീ എന്താണ് വീക്കെൻഡിൽ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ഓൺ ദ വീക്കെൻഡ്? ഇവിടെ ഓണിന് പകരം നമുക്ക് അറ്റ് ഉപയോഗിക്കാം. വാട്ട് ആർ യു ഡൂയിങ് ഓൺ ദ വീക്കെൻഡ്? വാട്ട് വിൽ യു ഡു? സിമ്പിൾ ഫ്യൂച്ചർ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഭാവിയെക്കുറിച്ച് ഇപ്പോഴേ നിലവിലുള്ള തീരുമാനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചോദ്യം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഈ ടെൻസ് ആണ് ഉപയോഗിക്കുക. വാട്ട് ആർ യു ഡൂയിങ് ഓൺ ദ വീക്കെൻഡ്? നീ വീക്കെൻഡിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല, ഇനിയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഐ ഹാവിൻ ഡിസൈഡഡ് എറ്റ്. ഇനിയും എടുത്തിട്ടില്ല എന്നർത്ഥം. 3 മാസം മുമ്പ് അവന് അവന്റെ ജോലി നഷ്ടമായി. 3 മാസം മുമ്പ് എന്ന് പറയുമ്പോൾ പാസ്റ്റിലുള്ള ഒരു സമയമാണ്. ഇത്തരം എക്സ്പ്രഷൻസിന്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കരുത്. അവൻ അവന്റെ ജോലി നഷ്ടമായി. ഹി ലോസ്റ്റ് ഹിസ് ജോബ്. എപ്പോൾ? 3 മാസം മുമ്പ്. 3 months ago. 3 മാസം മുമ്പ് എന്ന് പറയുമ്പോൾ എഗോ ആണ് ഉപയോഗിക്കേണ്ടത്, ബിഫോർ അല്ല. ഇപ്പോഴും അയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല. ഹി ഈസ് സ്റ്റിൽ അൺഎംപ്ലോയിഡ്. ഹി ലോസ്റ്റ് ഹിസ് ജോബ് 3 months ago and he is still unemployed. ഇപ്പോഴും അയാൾക്ക് ജോലിയില്ല, അയാൾ ജോലി ഇല്ലാതിരിക്കുകയാണ്. ഹി ഈസ് സ്റ്റിൽ അൺഎംപ്ലോയിഡ്. സ്റ്റിൽ ഉപയോഗിച്ചത് ഈസിന് ശേഷമാണ്. ഹി ലോസ്റ്റ് ഹിസ് ജോബ് 3 months ago and he is still unemployed. അവർ ഇനിയും വന്നിട്ടില്ല. They haven't arrived yet. ഞങ്ങൾ ഇപ്പോഴും അവരെ കാത്തു നിൽക്കുകയാണ്. അതെങ്ങനെ പറയും? അവർ ഇനിയും വന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ എറ്റ് ഉപയോഗിച്ചു, പ്രസന്റ് പെർഫെക്റ്റും. ദേ ഹാവിൻ അറൈവ്ഡ് എറ്റ്. ഞങ്ങൾ ഇപ്പോഴും അവരെ കാത്തു നിൽക്കുകയാണ്. അതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്, നിലവിലുള്ള ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദം. ഇപ്പോഴും എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മളിവിടെ സ്റ്റിൽ കൂടി ഉപയോഗിക്കുന്നുണ്ട്. വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദം. ആറിന് ശേഷവും വെയിറ്റിങ്ങിന് മുന്നിലും ആയിട്ടാണ് നമ്മൾ സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ പൊസിഷൻ. ഓക്സിലറി വെർബിന് ശേഷം മെയിൻ വെർബിന് മുന്നിൽ. നെഗറ്റീവായ ഓക്സിലറീസിന് മുന്നിലാണ്, അതിന് ശേഷമല്ല സ്റ്റിൽ ഉപയോഗിക്കുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക. വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദം. 3 മാസം മുമ്പ് അവന് അവന്റെ ജോലി നഷ്ടമായി. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഹി ലോസ്റ്റ് ഹിസ് ജോബ് 3 months ago. ഇനിയും അവൻ ഒരു ജോലി കണ്ടെത്തിയിട്ടില്ല. നേരത്തെ നമ്മൾ ഈ കാര്യം
സ്റ്റിൽ ഉപയോഗിച്ചാണ് പറഞ്ഞത്. ഹീ സ്റ്റിൽ അൺഎംപ്ലോയ്ഡ് എന്ന് പറഞ്ഞു, അതായത് അവൻ ഇപ്പോഴും ജോലി ഇല്ലാതെ ഇരിക്കുകയാണ് എന്നർത്ഥം. ഇവിടെ നമുക്ക് ഇത് എറ്റ് ഉപയോഗിച്ച് പറയാം. അവൻ ഇനിയും ഒരു ജോലി കണ്ടെത്തിയിട്ടില്ല. അതെങ്ങനെ പറയും? He lost his job 3 months ago and he hasn't found a job yet. And he hasn't found a job yet. ഇനിയും ഒരു ജോലി കണ്ടെത്തിയിട്ടില്ല. ജോലി കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ he hasn't found a job. ആ ഇനിയും എന്നൊരു മീനിങ്ങിന് വേണ്ടി നമ്മളിവിടെ എറ്റ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. He is still unemployed എന്ന് പറഞ്ഞാലും he hasn't found a job yet എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. It is still raining. മഴ ഇനിയും നിന്നിട്ടില്ല. ഇറ്റ് ഹാസിൻറ്റ് സ്റ്റോപ്പ്ഡ് റെയിനിങ് എറ്റ്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മളിവിടെ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. മഴ ഇനിയും നിന്നിട്ടില്ല. നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഇറ്റ് ഹാസിൻറ്റ് സ്റ്റോപ്പ്ഡ് റെയിനിങ് എറ്റ്. മഴ ഇനിയും നിന്നിട്ടില്ല. ഇറ്റ് ഹാസിൻറ്റ് സ്റ്റോപ്പ്ഡ് റെയിനിങ് എറ്റ്. ഒരേ അർത്ഥം വരുന്ന രണ്ട് കാര്യങ്ങൾ സ്റ്റിൽ ഉപയോഗിച്ചും എറ്റ് ഉപയോഗിച്ചും എങ്ങനെ പറയാം എന്ന് കാണിക്കുന്ന എക്സാമ്പിൾസ് ആണിത്. നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസസ് ഡിഫറെൻ്റ് ആണ്, സ്ട്രക്ചേഴ്സും ഡിഫറെൻ്റ് ആണ് എന്ന് ശ്രദ്ധിക്കുക. സ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്. എറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇറ്റ് ഹാസിൻ സ്റ്റോപ്പ്ഡ് റെയിനിങ് എറ്റ്. മഴ ഇനിയും നിന്നിട്ടില്ല. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും മഴ ഇനിയും നിന്നിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ പറയുന്നത് ഒരേ രീതിയിലല്ല. ഒരു കാര്യം ഇപ്പോഴും തുടരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇനിയും ഒരു കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യം ഇനിയും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എറ്റ് ഉപയോഗിക്കുന്നത്. അവൻ ഇപ്പോഴും ഇവിടെയുണ്ട്. ഹീ ഈസ് സ്റ്റിൽ ഹിയർ അല്ലെ? ഇപ്പോഴും ഉണ്ട്. ഹീ ഈസ് സ്റ്റിൽ ഹിയർ. അവൻ ഇനിയും പോയിട്ടില്ല. ഹി ഹാസൻറ്റ് ഗോൺ എറ്റ്. ഹീ ഈസ് സ്റ്റിൽ ഹിയർ. ഹി ഹാസൻറ്റ് ഗോൺ എറ്റ്. ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ള ടെൻസ് ശ്രദ്ധിക്കാം. സ്റ്റില്ലിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ. എറ്റിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹി ഹാസൻറ്റ് ഗോൺ എറ്റ്. ഇനിയും പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ട്രെയിൻ ഇനിയും വന്നിട്ടില്ല. ദ ട്രെയിൻ ഹാസിൻ അറൈവ്ഡ് എറ്റ്. ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ദ ട്രെയിൻ ഹാസിൻ അറൈവ്ഡ് എറ്റ്. മലയാളത്തിൽ നമ്മൾ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ദ ട്രെയിൻ എന്ന് എഴുതാൻ ശ്രദ്ധിക്കുക. മലയാളത്തിൽ പൂച്ച എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ദ ക്യാറ്റ് എന്ന് എഴുതണം. ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഇംഗ്ലീഷിൽ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ, അതൊരു പൊസസീവ് ആവാം, മൈ, യുവർ, ഹിസ് പോലുള്ള വാക്കുകളാവാം, ഡെമോൺസ്ട്രേറ്റീവ് ആവാം, ദിസ്, ദാറ്റ് പോലുള്ള വാക്കുകളാവാം. എപ്പോഴും ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു വാക്ക് വേണം. ഒരു ആർട്ടിക്കിൾ, ഒരു പൊസസീവോ, ഒരു ഡെമോൺസ്ട്രേറ്റീവോ, അതല്ലെങ്കിൽ എനി പോലുള്ള ഒരു ഡിറ്റർമിനറോ നമുക്ക് ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്കില്ലാതെ ഒരിക്കലും ഒരു സിംഗുലാർ കൗണ്ടബിൾ നൗൺ നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ ട്രെയിൻ എന്ന് മാത്രം പറയരുത്, ദ ട്രെയിൻ എന്ന് പറയാം. ഒരു ട്രെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എ ട്രെയിൻ എന്ന് പറയാം. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ദ ട്രെയിൻ ഹാസിൻ അറൈവ്ഡ് എറ്റ്. ഞാൻ ഇനിയും റെഡി ആയിട്ടില്ല. ഐ എം നോട്ട് റെഡി എറ്റ്. ഐ എം നോട്ട് റെഡി എറ്റ്. അവൾ ഇപ്പോഴും ഒരു ജോലി അന്വേഷിക്കുകയാണ്. ഷീ ഈസ് സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ ജോബ്. അവൾ ഇനിയും ഒരു ജോലി കണ്ടെത്തിയിട്ടില്ല. അതെങ്ങനെ പറയും? ഷീ ഹാസിൻറ്റ് ഫൗണ്ട് എ ജോബ് എറ്റ്. ഷീ ഈസ് സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ ജോബ്. ഇപ്പോഴും ജോലി അന്വേഷിക്കുകയാണ്. ഇപ്പോഴും എന്ന അർത്ഥത്തിൽ നമ്മൾ സ്റ്റിൽ ഉപയോഗിച്ചു. ഇനിയും ജോലി കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എറ്റാണ്. ഷീ ഹാസിൻറ്റ് ഫൗണ്ട് എ ജോബ് എറ്റ്. രണ്ട് സെൻറ്റൻസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ്, ടെൻസ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസും ഡിഫറെൻ്റ് ആണ്. ഞാൻ മുംബൈയിലാണ് താമസിച്ചിരുന്നത്. പാസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നിലവിലില്ലാത്ത, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിനും പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച്, അതായത് പണ്ട് നമ്മൾ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും പണ്ട് സത്യമായിരുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിനും നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. അപ്പം ഞാൻ മുംബൈയിലാണ് താമസിച്ചിരുന്നത് എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ലിവ്ഡ് ഇൻ മുംബൈ എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് പറയേണ്ടത് ഐ യൂസ് ടു ലിവ് ഇൻ മുംബൈ എന്നാണ്. ഇതിനർത്ഥം ഞാൻ ഇപ്പോൾ അവിടെ താമസിക്കുന്നില്ല എന്നാണ്, പക്ഷെ നേരത്തെ എപ്പോഴും ഞാൻ അവിടെ കുറേ കാലം താമസിച്ചിട്ടുണ്ട്. ഐ യൂസ് ടു ലീവ് ഇൻ മുംബൈ. ഞാൻ മുംബൈയിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോഴും എനിക്ക് അവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഞാൻ അവിടെയല്ല താമസിക്കുന്നത്, പക്ഷെ ഇപ്പോഴും എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇതെങ്ങനെ പറയും? ഐ സ്റ്റിൽ ഹാവ് മെനി ഫ്രണ്ട്സ് ദർ. ഐ സ്റ്റിൽ ഹാവ് മെനി ഫ്രണ്ട്സ് ദർ. ഇവിടെ സ്റ്റിൽ ഉപയോഗിച്ചത് ഹാവിന് മുന്നിലല്ലേ എന്ന സംശയം ചിലർക്കുണ്ടാവാം.
നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റിൽ ഉപയോഗിക്കുന്നത് ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലും ആണെന്നാണ്. ഇവിടെയും നമ്മൾ സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് മെയിൻ വെർബിന് മുന്നിൽ തന്നെയാണ്. ഈ സെന്റൻസിലെ മെയിൻ വെർബാണ് ഹാവ്. ഹാവ് ഒരു ഓക്സിലറി വെർബായി മാത്രമല്ല മെയിൻ വെർബായും നമ്മൾ ഉപയോഗിക്കും. മെയിൻ വെർബായി ഹാസ്, ഹാവ് ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം ഉണ്ട് എന്നാണ്. ഓക്സിലറി ആയി ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം എപ്പോഴും ഒരു V3 ഉണ്ടാവും. ഐ സ്റ്റിൽ ഹാവ് സെവറൽ ഫ്രണ്ട്സ് ദർ. എനിക്ക് ഇപ്പോഴും അവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഈ സെന്റൻസിലെ മെയിൻ വെർബാണ് ഹാവ്. അതുകൊണ്ടാണ് സ്റ്റില്ല് നമ്മൾ അതിന് മുന്നിൽ ഉപയോഗിച്ചത്. ഹാവ് ഓക്സിലറി ആയി വരുന്ന സെന്റൻസസിൽ സ്റ്റില്ല് നമ്മൾ ഉപയോഗിക്കുക ഹാവിന് ശേഷമാണ്. ഈ സെന്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് മറ്റു വേർബ്സ് ഒന്നുമില്ല. ഇതിലെ ഒരേ ഒരു വെർബ് ഹാവ് ആണ്. ഇങ്ങനെ ഒരേ ഒരു വെർബായി ഹാവ് ഉപയോഗിക്കുമ്പോൾ അതവിടെ ഓക്സിലറി അല്ല, മെയിൻ വെർബാണ്. ഞാൻ ഇപ്പോഴും ആ ദിവസം ഓർക്കുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ. മെയിൻ വെർബിന് മുന്നിലാണ് നമ്മൾ സ്റ്റിൽ ഉപയോഗിച്ചത്. ഞങ്ങൾ 5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു. 5 വർഷങ്ങൾക്ക് മുമ്പ്, 5 years ago. ബിഫോർ അല്ല, എഗോ. ഞങ്ങൾ കണ്ടു. വി മെറ്റ്. വി മെറ്റ് 5 years ago. ഞങ്ങൾ പരസ്പരം കണ്ടു എന്ന് പറയണമെങ്കിൽ വി മെറ്റ് ഈച്ച് അതർ എന്ന് പറയാം. ആ പരസ്പരം അവിടെ ആവശ്യമില്ലെങ്കിൽ ഈച്ച് അതർ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. വി മെറ്റ് 5 years ago. അതിനുശേഷം ഇതുവരെയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. ആ സിറ്റുവേഷൻ ഫിനിഷ് ആയിട്ടില്ല, അത് ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്തു പോയേക്കാം. ഇതുവരെയും എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സോ ഫാർ ആണ്. We met 5 years ago and we have been good friends so far. We met 5 years ago and we have been good friends so far. We have been എന്ന് പറയാൻ കാരണം നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. We are എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ സമയം പറയുന്നുണ്ട്. 5 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വേണം അവിടെ ഉപയോഗിക്കാൻ. വി ആർ ഫ്രണ്ട്സ് അല്ല, വി ഹാവ് ബീൻ ഫ്രണ്ട്സ്. വി മെറ്റ് 5 years ago ആൻഡ് വി ഹാവ് ബീൻ ഗുഡ് ഫ്രണ്ട്സ് സോ ഫാർ. ഇതുവരെയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഭാവിയിൽ എങ്ങനെയാവും എന്നറിയില്ല, പക്ഷെ ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയം വരെയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല. ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ സോ ഫാർ ഉപയോഗിക്കുന്നത്. ഇതുവരെയും. We met 5 years ago and we have been good friends so far. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് until now അല്ല, so far ആണ്. So far നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നിലവിൽ ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. We have been good friends so far. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഇതുവരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് പറയുമ്പോഴോ ആയിരുന്നു, ഇപ്പോൾ അല്ല. നേരത്തെ ആയിരുന്നു, ഇപ്പോൾ അല്ല. ഇങ്ങനെ നേരത്തെ ആയിരുന്നു, ഇപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഉപയോഗിക്കുന്നത് സോ ഫാർ അല്ല, അൺടിൽ നൗ ആണ്. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. കഴിഞ്ഞു പോയ, ഇപ്പം നിലവിലില്ലാത്ത ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാനാണ് അൺടിൽ നൗ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന, ഭാവിയിലും കണ്ടിന്യൂ ചെയ്തേക്കാം. ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ എന്നാലും ഭാവിയിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാനാണ് സോ ഫാർ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇതുവരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. വി യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് അൺടിൽ നൗ. ഇതിനർത്ഥം ഇപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളല്ല എന്നാണ്. ഞങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. വി വേർ ഗുഡ് ഫ്രണ്ട്സ് അൺടിൽ നൗ അല്ലെങ്കിൽ വി യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ് അൺടിൽ നൗ. ഇതുവരെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളല്ല. അതാണ് ഇവിടെ അൺടിൽ നൗ എന്ന എക്സ്പ്രഷൻ നൽകുന്ന മീനിങ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെൻസും ശ്രദ്ധിക്കുക. സോ ഫാർ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെയാണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ കൂടെയാണ് നോർമലി നമ്മൾ സോ ഫാർ ഉപയോഗിക്കുന്നത്. പക്ഷെ അൺടിൽ നൗ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസസിന്റെ കൂടെയാണ്. വി വേർ ഗുഡ് ഫ്രണ്ട്സ് അൺടിൽ നൗ. ഇതുവരെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ അല്ല, ഞങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ എന്താ പറയാ? വി ഹാവ് ബീൻ ഗുഡ് ഫ്രണ്ട്സ് സോ ഫാർ എന്ന് പറയും. ഇപ്പോഴും നേരത്തെ കണ്ടുമുട്ടിയ കാലം തൊട്ട് ഇതുവരെയും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ വി ഹാവ് ബീൻ ഗുഡ് ഫ്രണ്ട്സ് സോ ഫാർ എന്ന് പറയും. വി വേർ ഗുഡ് ഫ്രണ്ട്സ് അൺടിൽ നൗ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ അല്ല എന്ന അർത്ഥമാണ് ഉള്ളത്. നിലവിലില്ല ആ സിറ്റുവേഷൻ എന്ന മീനിങ് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ അൺടിൽ നൗ ഉപയോഗിക്കുന്നത്. ഇതുവരെയും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഓൺഗോയിങ് ആയ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പറയുന്ന സിറ്റുവേഷൻ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഭാവിയിൽ ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വി ഹാവിങ് ഹാഡ് എനി പ്രോബ്ലംസ് സോ ഫാർ. വി ഹാവിങ് ഹാഡ് എനി പ്രോബ്ലംസ് സോ ഫാർ. ഹാഡിന് പകരം ഫേസ്ഡ് എന്ന് പറയാം നമുക്ക്.
വി ഹാവിൻ ഫേസ്ഡ് എനി പ്രോബ്ലം സോ ഫാർ എന്ന് പറയാം. ഞങ്ങൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഫേസ്ഡ് എന്ന് പറയുമ്പോൾ അഭിമുഖീകരിക്കുക എന്ന അർത്ഥമാണ് വരുന്നത്. അതേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഇവിടെ ഹാഡ്. വി ഹാവിൻ ഹാഡ് എനി പ്രോബ്ലം സോ ഫാർ. ഞങ്ങൾക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നു. എവറിത്തിങ് ഈസ് ഗോയിങ് ഫൈൻ. എവറിത്തിങ് ഈസ് ഗോയിങ് ഫൈൻ. നിലവിൽ പ്രോബ്ലംസ് ഒന്നും തന്നെയില്ല. അതാണ് സോഫാർ ഉപയോഗിക്കുന്നത് വഴി നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ്. ഞങ്ങൾക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് പറയുമ്പോൾ ഇതിനർത്ഥം എന്താ? ഇപ്പൊ പ്രശ്നം ഉണ്ട് എന്നാണ് അർത്ഥം, അല്ലെ? ഇപ്പൊ പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ സോഫാർ ഉപയോഗിക്കരുത്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക അണ്ടിൽ നൗ ആണ്. വി ഡിഡിന്റ് ഹാവ് എനി പ്രോബ്ലംസ് അണ്ടിൽ നൗ. വി ഡിഡിന്റ് ഹാവ് എനി പ്രോബ്ലംസ് അണ്ടിൽ നൗ. ഈ സെന്റൻസിന് അർത്ഥം നമുക്ക് ഇപ്പോൾ പ്രശ്നം ഉണ്ട് എന്നാണ്. ഇതുവരെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറിയിരിക്കുന്നു, നമുക്കിപ്പോൾ പ്രശ്നങ്ങളുണ്ട്. വി ഡിഡിന്റ് ഹാവ് എനി പ്രോബ്ലംസ് അണ്ടിൽ നൗ. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ പ്രശ്നമുണ്ട്. വി ഹാവിൻ ഹാഡ് എനി പ്രോബ്ലംസ് സോ ഫാർ എന്ന് പറയുമ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞാൻ എൻ്റെ ജോലിയിൽ ഹാപ്പിയാണ്. നിലവിൽ ഞാൻ ഹാപ്പിയാണ്. ഐ ആം ഹാപ്പി വിത്ത് മൈ വർക്ക് സോ ഫാർ. ഇതുവരെ പ്രശ്നങ്ങളൊന്നും എനിക്ക് എൻ്റെ ജോലിയിൽ ഉണ്ടായിട്ടില്ല, ഞാൻ ഹാപ്പിയാണ്. നിലവിൽ ഞാൻ ഹാപ്പിയാണ്. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. സോ ഫാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ സിറ്റുവേഷൻ ട്രൂ ആണ് എന്ന അർത്ഥമാണ് അത് നൽകുന്നത്. ഐ എം ഹാപ്പി വിത്ത് മൈ വർക്ക് സോ ഫാർ. ഇതുവരെ ഞാൻ എൻ്റെ ജോലിയിൽ സംതൃപ്തയാണ് അല്ലെങ്കിൽ ഹാപ്പിയാണ്. ഇതുവരെ ഞാൻ എൻ്റെ ജോലിയിൽ ഹാപ്പി ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അല്ല എന്നർത്ഥം, അല്ലേ? അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസസും ആണ്. സോഫാറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് അണ്ടിൽ നൗ ആണ്. ഐ വാസ് ഹാപ്പി വിത്ത് മൈ വർക്ക് അണ്ടിൽ നൗ. ഐ വാസ് ഹാപ്പി വിത്ത് മൈ വർക്ക് അണ്ടിൽ നൗ. ഇതുവരെ ഞാൻ സംതൃപ്തയായിരുന്നു, ഇപ്പോൾ അല്ല. ഇപ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ജോലി എൻജോയ് ചെയ്യുന്നില്ല. ഐ നോ ലോങ്ങർ എൻജോയ് മൈ ജോബ്. ഐ നോ ലോങ്ങർ എൻജോയ് ഇറ്റ്. ഞാനത് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നില്ല. ഇതുവരെ ഞാൻ മത്സ്യം കഴിച്ചിട്ടില്ലായിരുന്നു. ഇതിനർത്ഥം എന്താ? ഇത്രകാലം കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ മത്സ്യം കഴിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഐ ഡിഡിന്റ് ഈറ്റ് ഫിഷ് അണ്ടിൽ നൗ. അല്ലെങ്കിൽ ഐ ഹാവ് നെവർ ഈറ്റൻ ഫിഷ് അണ്ടിൽ നൗ. ഐ ഹാവ് നെവർ ഈറ്റൻ ഫിഷ് അണ്ടിൽ നൗ. ഇതിനർത്ഥം ഇതുവരെ കഴിച്ചിട്ടില്ല, ഇപ്പൊ കഴിക്കുന്നുണ്ട് എന്നാണ്. ഒരു പക്ഷേ ആദ്യമായിട്ട് മത്സ്യം കഴിക്കുമ്പോഴായിരിക്കും ഇത് പറയുന്നത്. ഐ ഹാവ് നെവർ ഈറ്റൻ ഫിഷ് അണ്ടിൽ നൗ. അല്ലെങ്കിൽ ഐ ഡിഡിന്റ് ഈറ്റ് ഫിഷ് അണ്ടിൽ നൗ. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട്. അണ്ടിൽ നൗ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന മീനിങ് അതാണ്. ഞാൻ രാവിലെ മുതൽ വായിക്കുകയാണ്. രാവിലെ മുതൽ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഐ ഹാവ് ബീൻ റീഡിംഗ് സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ വായിക്കുകയാണ്. ഇതുവരെയായി 60 പേജ് വായിച്ചു. അത്രയും പേജ് വായിച്ചു കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. ഐ ഹാവ് റെഡ് 60 പേജസ് സോ ഫാർ. ഇതുവരെ. ഐ ഹാവ് റെഡ് 60 പേജസ് സോ ഫാർ. ഇവിടെയൊന്നും അണ്ടിൽ നൗ ഉപയോഗിക്കരുത്. വായന ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇതുവരെ ഇത്ര എണ്ണം വായിച്ചു എന്നാണ് പറയേണ്ടത്. ഐ ഹാവ് റെഡ് 60 പേജസ് സോ ഫാർ. ഇതുവരെ ഞാൻ ക്രൈം ഫിക്ഷൻ വായിക്കാറില്ലായിരുന്നു. ക്രൈം ഫിക്ഷൻ എന്ന് പറയുമ്പോൾ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, നോവലുകൾ, സ്റ്റോറീസ്, അതെല്ലാമാണ്. ഇതുവരെ ഞാൻ വായിക്കാറില്ലായിരുന്നു. അതിനർത്ഥം ഇപ്പോൾ വായിക്കാറുണ്ട് എന്നല്ലേ? അതായത് ആ സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന സോ ഫാർ അല്ല, അണ്ടിൽ നൗ ആണ്. ഐ ഡിഡിന്റ് യൂസ് ടു റീഡ് ക്രൈം ഫിക്ഷൻ അണ്ടിൽ നൗ. അണ്ടിൽ നൗ ഐ ഡിഡിന്റ് യൂസ് ടു റീഡ് ക്രൈം ഫിക്ഷൻ. ഇതുവരെ ഞാൻ ക്രൈം നോവലുകളൊന്നും വായിക്കാറില്ലായിരുന്നു. ഇതുവരെ വായിക്കാറില്ലായിരുന്നു. ഈ സെന്റൻസ് നൽകുന്ന മീനിങ് ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഐ ഡിഡിന്റ് യൂസ് ടു റീഡ് ക്രൈം ഫിക്ഷൻ അണ്ടിൽ നൗ. ഇതുവരെ വായിക്കാറില്ലായിരുന്നു, ഇപ്പൊ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു ഇംഗ്ലീഷ് സിനിമയും കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോഴും കാണുന്നില്ല. ഐ ഹാവിൻ വാച്ച്ഡ് എനി ഇംഗ്ലീഷ് മൂവീസ് സോ ഫാർ. ഐ ഹാവിൻ വാച്ച്ഡ് അല്ലെങ്കിൽ ഐ ഹാവിൻ സീൻ എനി ഇംഗ്ലീഷ് ഫിലിംസ് സോ ഫാർ. ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോഴും കാണുന്നില്ല എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ സോ ഫാർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു പുതിയ സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ പറയുക ഐ ഹാവിൻ വാച്ച്ഡ് എനി ഇംഗ്ലീഷ് ഫിലിംസ് അണ്ടിൽ നൗ എന്നാണ്. ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നുണ്ട് എന്ന അർത്ഥമാണ് അതിന് വരുന്നത്. സോ ഫാറും അണ്ടിൽ നൗ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം.
ആ സിറ്റുവേഷൻ മാറി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അണ്ടിൽ നൗ ഉപയോഗിക്കുന്നത്. ആ സിറ്റുവേഷൻ അതേപോലെ തന്നെ തുടരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് സോ ഫാർ ഉപയോഗിക്കുന്നത്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ് സ്റ്റിൽ, എറ്റ്, സോ ഫാർ. ഇതിന്റെ എല്ലാം കറക്റ്റ് യൂസ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.